വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. വിവിധ വാർഡുകളിൽ നിന്ന് നൂറുകണക്കിന് തൊഴിലാളികൾ മാർച്ചിൽ പങ്കെടുത്തു. മാർച്ച് യൂണിയൻ തിരുവമ്പാടി ഏരിയ സെക്രട്ടറി KP ഷാജി ഉദ്ഘാടനം ചെയ്തു. കൂലി കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക, മിനിമം തൊഴിൽ ദിനങ്ങൾ 200 ആക്കുക, കൂലി 600 രൂപയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. വിവിധ വാർഡുകളിൽ നിന്ന് നൂറുകണക്കിന് തൊഴിലാളികൾ മാർച്ചിൽ സംബന്ധിച്ചു. മാർച്ച് യൂണിയൻ തിരുവമ്പാടി ഏരിയ സെക്രട്ടറി KP ഷാജി ഉദ്ഘാടനം ചെയ്തു. ഈ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കാനുള്ള വളരെ ബോധപൂർവമായുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഛത്തീസ്ഗഡിലായാലും പശ്ചിമ ബംഗാളിലായാലും മറ്റ് ഉത്തരേന്ത്യൻ ചില സംസ്ഥാനങ്ങളിലും ഈ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്ന സംവിധാനം തന്നെ പാടെ ഇല്ലാതാക്കുന്ന സമീപനം സ്വീകരിച്ചിരിക്കുകയാണ്. പശ്ചിമ ബംഗാളിൽ കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് തൊഴിലുറപ്പ് പദ്ധതിയില്ല. അതുപോലെ തന്നെ ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സംസ്ഥാനത്ത് തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കാൻ അവിടുത്തെ ഭരണകൂടം തയ്യാറാവുകയാണ്. ഇന്ത്യയിലെ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കുന്ന സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ തവണയും ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നൽകാനുള്ള കൂലിയെ സംബന്ധിച്ച് ഒരു ധാരണയുണ്ടാക്കുന്നില്ല. പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ദിവ്യ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രസിഡന്റ് KK നൌഷാദ്, K ശിവദാസൻ, EP അജിത്ത്, രജിഷ, സാബൂറ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.